കാട്ടുവാസികളുടെ തലവനായ നമ്പിരാജന് 7 പുത്രന്മാരുണ്ടായിരുന്നു. പക്ഷേ അയാളൊരു പുത്രിക്കായി ദാഹിച്ചു. ഒരു ദിവസം അയാൾ മുരുക ഭഗവാനോട് പ്രാർത്ഥിച്ചു. ദിവസവും ഞാൻ അങ്ങയെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്കൊരു പുത്രിയെ തരുന്നില്ല? ഒരു ദിവസം നമ്പിരാജൻ വള്ളി എന്ന ഒരു പച്ചക്കറി തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. അതൊരു കുട്ടിയുടെ കരച്ചിലാണല്ലോ. ശബ്ദം കേട്ട ദിശയിലേക്ക് അയാൾ നടന്നു. ഭഗവാനെ, എന്താണിത്? ഈ ചോരക്കുഞ്ഞ് ആരുടേതാണ്? ഇവിടെ ആരെയും കാണുന്നുമില്ലല്ലോ. ശരി, ഇതിനെ ഞാൻ എടുത്തുകൊണ്ടുപോകാം. നമ്പിരാജൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വീട്ടിലെത്തി എല്ലാവരെയും കാണിച്ചു. അവിടെ മുഴുവനും സന്തോഷഭരിതമായി. ഇവളെ വള്ളിക്കുന്നിൽ നിന്നും കിട്ടിയതുകൊണ്ട് ഇവൾക്ക് വള്ളി എന്ന് പേരിടാം. എല്ലാവരും അവളെ വളരെയധികം സ്നേഹിച്ചു. വർഷങ്ങൾ കടന്നുപോയി. വള്ളി ഒരു സുന്ദരിയായ യുവതിയായി. ഒരു ദിവസം നമ്മുടെ ആചാരമനുസരിച്ച് നാളെ മുതൽ നീ വിളവുകൾ സംരക്ഷിക്കാനായി ദിനവയലിലേക്ക് പോകണം. ശരി അച്ഛാ, താങ്കളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വയലിൽ നിന്നും പക്ഷികളെ വിരട്ടി ഓടിക്കണം. അടുത്ത ദിവസം വള്ളി ഒരു ഉയർന്ന മരത്തടിയിന്മേൽ നിന്നുകൊണ്ട് വയൽ കാക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി വന്ന നാരദ മഹർഷി, നാരായണ നാരായണ, നിന്റെ പേരെന്താ? പ്രണാമം, എന്റെ പേര് വള്ളി എന്നാണ്. വളരെ സന്തോഷം. വള്ളി, നിനക്ക് മുരുകനെ പറ്റി അറിയാമോ? ഇല്ല മഹർഷി. നാരദൻ മുരുക ഭഗവാന്റെ സൗന്ദര്യത്തെ പറ്റിയും പരാക്രമങ്ങളെ പറ്റിയും വർണ്ണിച്ചു. മുരുകനാണ് നിനക്ക് അനുയോജ്യനായ വരൻ. നീ അദ്ദേഹത്തെ തന്നെ വിവാഹം കഴിക്കും. വള്ളി മുരുകനെ തന്റെ ഭർത്താവായി സങ്കല്പിച്ച് സ്വപ്നം കണ്ടു. ഇതേപോലെ തന്നെ നാരദൻ വള്ളിയെപ്പറ്റി മുരുകനോടും വർണ്ണിച്ചു. ഭൂലോകത്ത് ഇങ്ങനെയൊരു സുന്ദരിയോ? അതെ, അവളുടെ പൂർവ്വജന്മത്തിൽ അവൾ അങ്ങയുടെ ഭക്തയായിരുന്നു. ഈ ജന്മത്തിൽ അവളെ വിവാഹം കഴിക്കാമെന്ന് അങ്ങ് വാക്കുകൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഉടനെ നമുക്ക് അവളെ കാണണം. മുരുകൻ ഒരു വേടനെ പോലെ പ്രച്ഛന്ന വേഷമണിഞ്ഞ് വള്ളിയുടെ പക്കൽ ചെന്നു. ഹേയ് പെണ്ണേ, നിന്റെ പേരെന്താ? നിന്റെ പിതാവിന്റെ പേരെന്താ? എന്തിന് താങ്കൾ ഇതൊക്കെ അറിയണം? താങ്കൾ ആരാണ്? എന്റെ സഹോദരന്മാർ ഇവിടെ വന്നാൽ താങ്കളുടെ സ്ഥിതി എന്താകുമെന്നറിയാമോ? ദയവായി ഇവിടെ നിന്ന് പോകൂ. അതേസമയം ആരുടെയോ കാലൊച്ച കേട്ടപ്പോൾ മുരുകൻ പെട്ടെന്ന് ഒരു വൃക്ഷമായി മാറി. എന്ത്? ഞാൻ ആദ്യമായാണ് ഈ വൃക്ഷം കാണുന്നത്. ഇതുവരെ ഞാനിത് ശ്രദ്ധിച്ചതേയില്ലല്ലോ. പെട്ടെന്ന് ആ വൃക്ഷം അപ്രത്യക്ഷമായി. സന്ധ്യയായതിനാൽ വള്ളി വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം വള്ളി വീട്ടിലുണ്ടായിരുന്നപ്പോൾ മുരുകൻ ഒരു വൃദ്ധന്റെ രൂപത്തിൽ അവിടെ എത്തി. കുട്ടി, എനിക്ക് വല്ലാതെ വിശക്കുന്നു. എന്തെങ്കിലും ആഹാരം തരാമോ? അകത്തേക്ക് വന്നാലും താങ്കൾക്ക് ഞാൻ തേനും തിനമാവും തരാം, കഴിച്ചോളൂ. ആഹാ, നല്ല സ്വാദ്. കുട്ടി, വളരെ ദൂരം നടന്നു വന്നതിനാൽ കാലുകൾക്ക് വല്ലാത്ത വേദന. ഒന്ന് തിരുമ്മിത്തരാമോ? ശരി മുത്തശ്ശ, ഇവിടെ കിടന്നോളൂ. കുറച്ചു സമയത്തിന് ശേഷം അയാൾ വള്ളിയോട് ചോദിച്ചു, സുന്ദരി പെണ്ണേ, നീ എന്നെ വിവാഹം കഴിക്കുമോ? എന്തൊരു ധൈര്യമാണ് നിങ്ങൾക്ക്! വൃദ്ധനാണല്ലോ എന്ന് കരുതി സഹതാപം കാണിച്ചപ്പോൾ മര്യാദയ്ക്ക് പുറത്തു പോണം. എന്തിനാ കോപിക്കുന്നത്? ഈ വയസ്സുകാലത്ത് ഒരു തുണയായല്ലോ എന്ന് കരുതി ചോദിച്ചതാ. ഒന്ന് വേഗം ഇവിടെ നിന്ന് പുറത്തു പോകാമോ? ഉടൻ തന്നെ മുരുകൻ തന്റെ സഹോദരൻ ഗണപതിയോട് സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ ഗണപതി ആനയുടെ രൂപത്തിൽ ഭയപ്പെടും വിധം ഉച്ചത്തിൽ അലറിക്കൊണ്ട് വള്ളിയുടെ നേർ കോടി വന്നു. പേടിച്ചരണ്ടുപോയ വള്ളി വൃദ്ധനെ കെട്ടിപ്പിടിച്ചു. നീ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചാൽ ആനയിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കാം. വള്ളി വേറെ വഴിയില്ലാതെ, ശരി, ഞാൻ സമ്മതിക്കുന്നു, ആനയെ ഓടിക്ക്. മുരുകനിൽ നിന്നും സന്ദേശം കിട്ടിയ ആന തിരിച്ചുപോയി. അത് കണ്ട വള്ളി മുരുകനിൽ നിന്ന് അകന്നു മാറി, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാനാവില്ല, ഇത് അസാധ്യമാണ്. അപ്പോൾ മുരുകൻ തന്റെ സ്വയരൂപം വെളിപ്പെടുത്തി. സംഭവങ്ങൾ അറിഞ്ഞ നമ്പിരാജൻ അവരുടെ വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്ത് മംഗളം നേർന്നു.